ഇടയ്ക്കിടയ്ക്ക് ലെറ്റ് മീ കംപ്ലീറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ തിരിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എന്റെ വായിൽ നിന്ന് വരുന്ന ഒരു സാധനം ചാടാൻ കിട്ടുകയും അത് കൊണ്ട് ഇതേ അതായത് ഞാൻ ഇവരുടെ ആക്ടില് ഇതുമായി ബന്ധപ്പെട്ട് മാനസികാരോഗ്യ രംഗത്ത് ഏകദേശം പുരുഷന്റെ സൂയിസൈഡൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലുള്ള കണക്ക്, അപ്പൊ സ്ത്രീകൾ ഏകദേശം 2.3 താഴെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ മെന്റൽ, അതായത് മാനസികാരോഗ്യ രംഗത്ത് ഇവർക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ള ക്രൈറ്റീരിയയിലാണ് ഞാൻ അവിടെ ഇവരുടെ ഈ സംഹിതയിൽ ഉൾപ്പെടുന്നത്. ഇതുപോലും പറഞ്ഞു വെക്കുന്നത് ഫെമിനിസത്തിനെതിരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു. 10 പേര് 10 അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, മെനിനിസം എന്ന് പറയുന്നത് ഫെമിനിസത്തിന് അടിച്ചിടാനാണ്. അതേ സമയത്ത് കുറച്ച് നേരത്തെ പറഞ്ഞു മെനിനിസം വേണ്ടതാണെന്ന്. ഇവിടെ പറഞ്ഞതാണത്. അറിയാമോ? അറിയാം. 700 crores ഡെറ്റിന്റെ പുറത്താണ്. ബട്ട് യു നോ വാട്ട് ഹിസ് വൈഫ് ഡിഡ്? He built it up. He sold his properties and filled up that debt. പുള്ളിയുടെ അച്ഛനോ there are a lot of politics. ഒരു ചോദ്യം. കോഴിക്കോട് ഗോവിന്ദാപുരം എന്നുള്ള സ്ഥലത്ത് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്ത് അറിയുമോ? എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഒരു സ്ത്രീ അവരുടെ മാരിറ്റൽ റേപ്പിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. നിങ്ങൾ മാരിറ്റൽ റേപ്പ് എടുത്ത് ഉദാഹരണമായിട്ട് കാണിച്ചത്. ഇന്ത്യയിൽ ഇപ്പോഴും മാരിറ്റൽ റേപ്പിനെ കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് ഡൽഹി ഹൈക്കോർട്ടിൽ മാരിറ്റൽ റേപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നപ്പോൾ ജഡ്ജി തിരിച്ചു വെച്ചൊരു ചോദ്യമുണ്ട് റെബേക്ക ജോൺ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനോട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള റേപ്പ് ലോസ് ജെൻഡർ ന്യൂട്രൽ ആയിരുന്നെങ്കിൽ, തിരിച്ച് പുരുഷനും സ്ത്രീക്കെതിരെ ഒരു പരാതി കൊടുക്കാനുള്ള ഒരു സമ്മതിദായകത്വമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യവുമായിട്ട് വരും. മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് റേപ്പിന്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു വരുമോ, അതോ ഇതൊരു സെപ്പറേറ്റ് സെക്ഷൻ ആക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിന് ഉത്തരവില്ല. കാരണം മെന്നിനെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ജെൻഡർ ന്യൂട്രൽ ലോസ്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി വി ഡു നോട്ട് ഹാവ് എ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഫോർ മെൻ. അതിനെ സമ്മതിക്കാതിരിക്കുന്നതും ഇവിടുത്തെ പുരുഷന്മാരല്ല, സ്ത്രീകളല്ല, ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ. ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, ആത്മഹത്യകൾ നടക്കുന്നു, മറ്റേ ഡ്രഗ്സ് കൂടെ എന്നൊക്കെ പറയുന്നു. ഇത് മൊത്തം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നിലനിൽക്കുന്നത് പേട്രിയാർക്കിയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ തുടർച്ച കാസ്റ്റ്, ക്ലാസ്, കളറ്, പദവി, ഇങ്ങനെ നിരവധി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.